മുറം കൊണ്ട് മറയ്ക്കാവുന്ന കിണറൊക്കെ അല്ലേ. ഇവിടുന്ന് കുറച്ച് പടികൾ കയറി വേണം നമുക്ക് തേവരെ കണ്ട് തൊഴാനായിട്ട്. നമുക്ക് നോക്കാം കൂടി പോകുന്ന ഒരു അടിപൊളി നാളാണ്. സ്റ്റാർ ബേക്കറി പേരെന്ന് പറയാം. ഹായ്, നമസ്കാരം. ട്രാവൽ ആൻഡ് ടൂർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ പത്തനാട്ടെ നാടും നാട്ടുകാരുമാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിത് അടിപൊളി വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പത്തനാട് ഓട്ടോ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. നമുക്കിവിടെ തന്നെ അടിപൊളി ആൾക്കാരാണ്, നല്ല വൈബ് ആൾക്കാരാണ്. എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? ചേട്ടാ പേരെന്ന് പറഞ്ഞേ? അനിൽ. അനിൽ, എവിടെ താമസം? പടനിലം, സ്കൂളിന്റെ അടുത്ത് അല്ലേ. ഞങ്ങൾ പത്തനാട്ടെ നാടും നാട്ടുകാരും വിശേഷങ്ങളുമായിട്ട് വന്നതാണ്. പത്തനാട്ടെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പത്തനാട് നല്ല ഗ്രാമഭംഗിയുള്ള അതിമനോഹരമായ ഒരു പ്രദേശമാണ്. എല്ലാവിധ ആൾക്കാരും ഒത്തൊരുമയോടുകൂടി പോകുന്ന ഒരു അടിപൊളി നാടാണ്. നല്ല ഗ്രാമഭംഗിയുള്ള നാടാണെന്നാണ്. അതെ അതെ, നല്ല ഗ്രാമഭംഗിയുള്ള നാടാണ്. പത്തനാട്ടെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. നല്ല സഹകരണം. എല്ലാവരും ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ നമ്മുടെ ഒരു സ്റ്റാർ ബേക്കറി പേരെന്ന് പറയാം? പത്തനാട്ടെ കുറിച്ച് വിശേഷം പറഞ്ഞേ കേക്കട്ടെ. പത്തനാട് എന്നാ വിശേഷം? ഇങ്ങനെയൊക്കെ പോകുന്ന കച്ചവടം മടുപ്പ്, ആളും പേരൊന്നും. ഉച്ചകഴിഞ്ഞ് മഴയല്ലേ, ഇപ്പൊ മഴയുടെ സീസൺ അല്ലേ, മഴ പെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. എന്നാലും പത്തനാട്ടെ നാട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? നാട്ടുകാരൊക്കെ കുഴപ്പമില്ല, നല്ല നാട്ടുകാർ, നല്ല സ്നേഹമുള്ള നാട്ടുകാർ. നല്ല സ്നേഹമുള്ള നാട്ടുകാരല്ലേ. ഹലോ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാടുള്ള ഒരു അടിപൊളി മൊബൈൽ ഷോപ്പിന് മുമ്പിലാണ്. എമിറേറ്റ്സ് മൊബൈൽസ്. ഇവിടെ സെയിൽസ്, സർവീസ് ആൻഡ് അക്സസറീസ് ആൻഡ് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ്. പത്തനാട് തന്നെ ഒരു അടിപൊളി മൊബൈൽ ഷോപ്പാണ്. അത് മാത്രമല്ല, മൊബൈൽ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും നമുക്കിവിടെ ഉണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം. ഹലോ, നമസ്കാരം. എന്നാണെന്ന് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. അതേപോലെ പത്തനാട് വന്നു കഴിഞ്ഞപ്പോൾ അറിഞ്ഞു ഇവിടെ ഒരു അടിപൊളി മൊബൈൽ ഷോപ്പ് ഉണ്ട്. എമിറേറ്റ്സ് അടിപൊളി ഷോപ്പാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആ പേരെന്ന് പറയാമോ? എന്റെ ഷബീർ. ഷബീർ അല്ലേ? എവിടെ സ്ഥലം? ഇവിടെ തന്നെ, പത്തനാട് തന്നെയാണല്ലേ. അപ്പൊ നമ്മുടെ മെയിൻ സംഭവങ്ങൾ എന്നാ ഇവിടെ? മൊബൈൽ ആക്സറീസ്, സർവീസ് സെന്റർ, അങ്ങനത്തെ പരിപാടികളൊക്കെ. പിന്നെ ഡ്യൂട്ടി പെയ്ഡ് ലേഡീസ് ഐറ്റംസ് എല്ലാം ഉണ്ടല്ലേ. അപ്പൊ എല്ലാം കൂടെ ചേർന്ന് മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് ഷോപ്പാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാവോ? തീർച്ചയായിട്ടും. തുടങ്ങിക്കോ. എവിടെ നമ്മൾ തുടങ്ങുന്നത്? നമ്മളിപ്പം നമ്മുടെ മൊബൈൽ ആക്സറീസ്, പിന്നെ സെക്കൻഡ് ഹാൻഡ് ഫോൺ, അതൊക്കെയാണ് നമുക്ക് ആൾക്കാർക്ക് അറിയേണ്ടത്. സെക്കൻഡ് ഹാൻഡ് ഫോൺ, പിന്നെ സെക്കൻഡ് ഹാൻഡ് ഫോണുണ്ട്. അത് നമുക്കൊരു 1 വീക്ക് ചെക്കിംഗ് വാറന്റി കൊടുക്കുന്നുണ്ട്. ഉണ്ടല്ലേ? അതിനും കൊണ്ട് നിങ്ങൾ വാറന്റി അല്ലേ? ഉണ്ട്, വാറന്റി. എല്ലാത്തിനും വാറന്റി ഉണ്ട്. ഒരിടത്തും ഇല്ല സെക്കൻഡ് ഹാൻഡ് ഫോണിന് വാറന്റി ഉള്ളത്. പിന്നെ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രേക്ഷകരെ. പിന്നെ കുറച്ച് ലേഡീസ് ഐറ്റംസ്, പിന്നെ സ്റ്റേഷനറീസ് ഉണ്ട്, സ്റ്റേഷനറീസ് ഉണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു സർവീസ് സെന്റർ ആണ്. മൊബൈൽ സർവീസ് സെന്റർ ഉണ്ട്. പ്രേക്ഷകരെ, നമുക്ക് സർവീസ് സെന്ററിൽ ഒന്ന് പോയിട്ട് വരാം. നമുക്ക് ലാപ്ടോപ്പിന് എന്ത് കംപ്ലൈൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മൾ ലാപ്ടോപ്പ് സർവീസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ സംഭവം, ഇത് OC മിഷൻ എന്ന് പറയും. നമുക്ക് ഈ ഡിസ്പ്ലേ പൊട്ടുവാണെങ്കിൽ ഡിസ്പ്ലേ ഗ്ലാസ് മാത്രം ക്രാക്ക് ആവുകയാണെങ്കിൽ നമുക്ക് ആ ഡിസ്പ്ലേ ഗ്ലാസ് മാത്രമായിട്ട് മാറാം. ഗ്ലാസ് മാത്രമായിട്ട് മാറിയിട്ട് നമുക്ക് ഡിസ്പ്ലേയുടെ പകുതി വില ആവുള്ളൂ. പകുതി വിലയ്ക്ക് നമ്മൾ ചെയ്തും കൊടുക്കും. 6 മാസം വാറന്റി ഉണ്ട്. ഇപ്പൊ ഇത് നമ്മുടെ രണ്ടാമതും ഈ 6 മാസത്തിനുള്ളിൽ ഇത് പൊട്ടിപ്പോയി, ഇതേ സെയിം വിഷയത്തെ കംപ്ലൈന്റ് വന്നാൽ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ അത് മാറിക്കൊടുക്കും. എന്തിനാണ് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ മാറിക്കൊടുക്കും. ഫ്രീ ആയിട്ട് മാറിക്കൊടുക്കും. പിന്നെ ഉള്ള നമുക്ക് ഡിസ്പ്ലേ വർക്ക് ഉണ്ട്, IC വർക്ക്, ഐഫോൺ എല്ലാ ഫോണുകളുടെയും IC വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഒരു തവണ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്, രണ്ടാമത് നിങ്ങൾക്ക് വാറന്റി എല്ലാ വാറന്റി, ഡിസ്പ്ലേ കാര്യങ്ങൾക്കെല്ലാം വാറന്റി, എല്ലാം ഡിസ്പ്ലേക്ക് 3 മാസം വാറന്റി കൊടുക്കുന്നുണ്ട്. വാറന്റി ഇല്ലാത്തതുണ്ട്. നമ്മൾ വാറന്റി ഉള്ളത് സ്പെഷ്യലായിട്ട് പറഞ്ഞു തന്നെ കൊടുക്കും. അങ്ങനെ തന്നെ കൊടുക്കും. പിന്നെ ഐഫോണിന്റെ IC വർക്ക്, എല്ലാ വർക്കും IC വർക്ക് ഫുൾ ഉണ്ട്. ഫോൺ നമ്മളിവിടെ ഒരു ഫോണ് ഡെഡ് എന്ന് എഴുതി വന്നപ്പോൾ നമ്മൾ അത് ജീവിച്ചു കൊടുക്കും. ഡെഡായിട്ട് ഇവിടെ വരുന്ന ഏത് സാധനവും ജീവൻ വെച്ചേ ഇവിടുന്ന് പോകും. ജീവൻ വെച്ചേ നമ്മുടെ എമിറേറ്റ്സിന്റെ പ്രത്യേകത. അതായത് നമുക്ക് അധികം ക്യാഷിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ മിതമായിട്ടുള്ള റേറ്റ് ഇടുന്നു. മിതമായ നിരക്കിൽ എല്ലാം വാറന്റി ബേസിൽ കസ്റ്റമർക്ക് സംതൃപ്തരായി വിടുക. നമുക്ക് അവർക്ക് സന്തോഷം, എനിക്ക് സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പോൾ പ്രേക്ഷകരെ, മൊബൈൽ ഫോണിനെ സംബന്ധിച്ച് ഈ പത്തനാട് ഒരു മെഡിക്കൽ കോളേജാണ് നമ്മുടെ എമിറേറ്റ്സ്. അതിനുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അതിനുള്ള ഡോക്ടേഴ്സുമാർ ഇവിടെ ഉണ്ട്. നമുക്ക് വിദഗ്ധരായ ഡോക്ടർമാരുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ പത്തനാടുള്ളവർക്ക് എമിറേറ്റ്സിലോട്ട് പോരാം അല്ലേ. ഈ എമിറേറ്റ്സ് എന്ന് പറഞ്ഞാൽ നിസ്സാര കടയല്ല. നിങ്ങൾ കാണണ്ടേ? ഇത് കണ്ടോ, നോക്കി. കുട്ടികൾക്കായിട്ടുള്ള വാട്ടർ ബോട്ടിൽ മുതൽ അവർക്കുള്ള കളർ പെൻസിലുകൾ, അതുപോലെ തന്നെ പേപ്പർ, ബുക്സ്, നോക്കിയേ. അവരുടെ ചെറിയ ബാഗുകളുണ്ട്, ടിഫിൻ ബോക്സ് ഉണ്ട്. അങ്ങോട്ട് നോക്കിയാൽ ബർത്ത്ഡേ പോപ്സ്, അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഗിഫ്റ്റ് ഐറ്റംസ് നോക്കി കണ്ടോ.
ക്ലോക്കുകളുടെ തന്നെ വിവിധ തരം ഒരു കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുള്ള പാവക്കുട്ടികൾ, വലിയ കുട്ടികൾക്കുള്ള ഇവിടെ ഉണ്ട് കുട്ടികൾക്കുള്ള വളകൾ, റിബണുകൾ, ചെറിയ കുട്ടികൾക്കുള്ള പണ്ടത്തെ ഒരു സ്ലേറ്റ് ആണ്. ഇതൊക്കെ നമുക്കൊരു നൊസ്റ്റാൾജിയാണ്. എല്ലാ ഐറ്റംസും നമുക്ക് എമിറേറ്റ്സിലുണ്ട്. ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. പ്രേക്ഷകരെ, നമ്മൾ ഒരുപാട് മൊബൈൽ ഷോപ്പ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പത്തനാട് എമിറേറ്റ്സിൽ വന്നപ്പോഴാണ് സെക്കൻഡ് ഹാൻഡ് ഫോണുകളുടെ ഒരു കളക്ഷൻ ഇവിടെ കണ്ടത്. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ഹാൻഡ് ഫോണുകളാണ് പോകുന്നത്. അത് എല്ലാ ഐറ്റംസും ഉണ്ടെന്നുള്ളതാണ്. ഈ സെക്കൻഡ് ഹാൻഡ് ഫോണിനെ കുറിച്ച് ഒന്ന് പറയാം ഞങ്ങളുടെ പ്രേക്ഷകരിൽ. നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് ഫോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം 1 വീക്ക് ചെക്കിംഗ് വാറന്റി ഉണ്ട്. 1 വീക്ക് ചെക്കിംഗ് വാറന്റി. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫോൺ തിരിച്ചു തരാം ഈ 1 വീക്കിനുള്ളിൽ. അത് ഒരിക്കലും ഒരു കടയിലും പറയത്തില്ല. സെക്കൻഡ് ഹാൻഡ് ഫോണാണ്, തന്നു വിട്ടാ പോയാൽ പോയി. ഇലക്ട്രോണിക് സാധനങ്ങൾ ഒത്തുകിട്ടിയെന്നാ പറയുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ പൈസ കൊടുക്കും. അത് നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ക്ലിയർ ആയി. പിന്നെ നമുക്ക് ഒരു 6 മാസം വാറന്റി ഉള്ള എല്ലാ ചാർജറുകളും ഉണ്ടല്ലേ. പിന്നെ നെക്ക് ബാൻഡ്, ഹെഡ്സെറ്റുകൾ, പിന്നെ എല്ലാ ഫോണിന്റെ കവറുകൾ, എല്ലാം നമ്മൾ പറ്റുന്ന മാക്സിമം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്, കവറുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് കമ്പ്യൂട്ടർ ആക്സറീസ്, കീബോർഡ്, മൗസ്, പിന്നെ ചെറിയ ചെറിയ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, പിന്നെ ഹെൽമെറ്റുകളുണ്ട്. ഹെൽമെറ്റുകളൊക്കെ ഉണ്ട്. എന്തായാലും എമിറേറ്റ്സിലെ കാഴ്ചകൾ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇവരുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ പത്തനാട്ടെ കാഴ്ചകളും വിശേഷങ്ങളും തീർന്നിട്ടില്ല. അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ബാ. ഹലോ, ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാടുള്ള ബിസ്മി ഹൈപ്പർ മാർട്ടിന്റെ മുൻപിലാണ്. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ളൊരു ഷോപ്പാണ്. ഈ പത്തനാടിന് തന്നെ ഒരു അഭിമാനമായ ഈ അടിപൊളി ഷോപ്പിന്റെ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണണ്ടേ? ബാ. ഹലോ, നമസ്കാരം. എന്നാ ഉടനെ ഒരു സന്തോഷമില്ലല്ലോ. എന്നാ പേരെന്നാ? രാജേഷ്. എവിടെ താമസിക്കുന്നത്? പത്തനാടല്ലേ? അപ്പൊ ഞങ്ങളെ ഈ പത്തനാട്ടെ ഈ ഹൈപ്പർ മാർക്കറ്റിന്റെ അടിപൊളി വിശേഷങ്ങൾ അറിഞ്ഞു വന്നതാണ്. ഈ കംപ്ലീറ്റ് ഷോപ്പിലെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ പ്രേക്ഷകർ ഒന്ന് കാണിക്കാന്നോർത്താ വന്നത്. കാണിക്കാം അല്ലേ? അല്ലാതെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സാധനം പിടിച്ചിരിക്കുന്നത് ഐസ്ക്രീമും. വിളക്കല്ലേ? ഉണ്ട്. അവിടെ ഓട്ട് വിളക്കുകളാണ് മൊത്തം. അത് ഈ ടൈപ്പ് അല്ല, ഒരേ മോഡൽ ഉണ്ടല്ലേ? പല ഐറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓട്ട് ഉരുളികള്, സ്റ്റീൽ പാത്രങ്ങളുടെ ഒരു കളക്ഷൻ തന്നെ കേട്ടോ നമ്മുടെ ബിസ്മി ഹൈപ്പർ മാർട്ട്. എന്തായാലും നമ്മുടെ പത്തനാടിന്റെ ഒരു അസറ്റ് തന്നെയാണ്. സ്റ്റീൽ പാത്രങ്ങൾ തീരുന്നില്ല കേട്ടോ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റീൽ പാത്രം മാത്രമല്ല, അലുമിനിയം, അതുപോലെ തന്നെ ബിരിയാണി ചെമ്പ്, ഇതുണ്ട്. അലുമിനിയം പാത്രങ്ങളാണ് മൊത്തം. അലുമിനിയം കലം, അതുപോലെ തന്നെ ഇതുണ്ടോ നമ്മുടെ പാല് കാച്ചാനുള്ളത്, ഇതുണ്ടല്ലേ നോൺ സ്റ്റിക്ക്, അതുപോലെ തന്നെ പ്രഷർ കുക്കറുകള്, ഫ്രൈ ഫാന് കേട്ടോ. എന്നാ വലിയ അണ്ടാവൊക്കെ ഇരിക്കുന്ന നോക്കി, ഒരു രക്ഷയില്ലല്ലേ? ഭയങ്കര സെറ്റപ്പാന്നേ. ഇതൊന്നും അല്ല, ഇനി താഴോട്ട് പോവാം. അവിടെ മെത്തകളുണ്ട്, നമുക്ക് മെത്തകൾ കാണാം. ബാ. പ്രേക്ഷകരെ, 3 അടി മുതൽ എല്ലാ സൈസും മെത്തകളും ഇവിടെ ഉണ്ട് കേട്ടോ. സുഖം നിദ്രയ്ക്ക് എല്ലാ കമ്പനികളുടെ ഉണ്ട് അല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ. ബിസ്മിയിലെ കളക്ഷനുകള് ഒരു രക്ഷയില്ല. നമുക്ക് മുകളിലോട്ട് പോകാം. സ്റ്റേഷനറി ഐറ്റംസ് ആണ് ഇവിടെ കാണുന്നത്. പ്രേക്ഷകരെ, ഇതുണ്ടോ ലേഡീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ കളക്ഷനും നമുക്കിവിടെ ഉണ്ട്. തീർന്നില്ല. ഇതുണ്ടോ ചെരുപ്പുകളുടെ കളക്ഷൻസ് ആണ്, ഒരു രക്ഷയില്ല. ഇതുണ്ടോ മേളിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മുടെ ബിസ്മി ഹൈപ്പർ മാർട്ടിന്റെ കാഴ്ചകളാണ്. പത്തനാട് ഇത്രയും സെറ്റപ്പ് ഉള്ളൊരു ഹൈപ്പർ മാർട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പ്രേക്ഷകരെ, ബിസ്മി ഹൈപ്പർ മാർട്ടിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഹോം അപ്ലയൻസ്. അവിടെ നമുക്ക് കാണാനുണ്ട്. നമുക്ക് കാണാം. ഫ്രിഡ്ജ് തന്നെ കണ്ടോ, സിംഗിൾ ഡോറ്, ഡബിൾ ഡോറ്, എല്ലാ കമ്പനികളുടെയും ഫ്രിഡ്ജ് നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ TV, LED TV. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ വാഷിംഗ് മെഷീന് കണ്ടോ. വാഷിംഗ് മെഷീനും എല്ലാ മോഡലും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ എമർജൻസി ലാമ്പ്, അയൺ ബോക്സ്, എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. ഗ്യാസ് സ്റ്റവ് കണ്ടോ, വാഷിംഗ് മെഷീനാണ് കണ്ടോ. വാഷിംഗ് മെഷീൻ്റെ ഒരു സെക്ഷനാണ് ഇരിക്കുന്നത് മൊത്തം. അതുപോലെ തന്നെ പ്രേക്ഷകരെ, മൾട്ടിവുഡിൻ്റെ അലമാരിയാണ് ഈ കാണുന്നത്. 3 ഡോറാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതിനകത്ത്.
വെറും 7,900 രൂപയ്ക്ക് ഇവിടെ അലമാരി സ്റ്റാർട്ടിംഗ് ആണ്. നിങ്ങൾക്ക് കേൾക്കണം ഇവിടുത്തെ ഓഫറുകൾ. വാഷിംഗ് മെഷീൻ എടുത്താൽ ഒരു അയൺ ബോക്സും ലോണ്ടറി ബാസ്ക്കറ്റും ഫ്രീ ആണ്. ഒരു ബെഡ് വാങ്ങിച്ചാൽ 2 ചെയറും കൂട്ടത്തിൽ 2 പില്ലോയും ബെഡ്ഷീറ്റും ആണ് ഫ്രീ. ഒരു എയർ ഫ്രയർ വാങ്ങിച്ചാൽ കൂട്ടത്തിൽ ഒരു കെറ്റിലും അടിപൊളി ഡിസ്കൗണ്ടും ഫ്രീ. ഗ്രൈൻഡർ വാങ്ങിയാൽ സീലിംഗ് ഫാൻ ഫ്രീ. പടസ്റ്റൽ ഫാൻ വാങ്ങിയാൽ ഒരു അയൺ ബോക്സ് ഫ്രീ. ഡിന്നർ സെറ്റ് വാങ്ങിയാൽ ബിരിയാണി പോട്ട് ഫ്രീ. തീർന്നിട്ടില്ല, മിക്സി വാങ്ങിക്കുമ്പോൾ കുക്കർ ഫ്രീ. സ്റ്റവ് വാങ്ങുമ്പോൾ ഡിന്നർ സെറ്റ് ഫ്രീ. തീർന്നിട്ടില്ല, നിരവധി അനവധി ഓഫറുകളാണ് ബിസ്മി ഹൈപ്പർ മാർട്ടും ഹോം അപ്ലയൻസും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അണ്ണാ നമസ്കാരം. നമസ്തേ. ആ പേരെന്ന് പറയാമോ? എന്റെ പേര് ഷാജഹാൻ. എവിടാ സ്ഥലം? എന്റെ പേര് സാബു എന്നാണ് വിളിക്കുന്നത്. എന്നാലും ഒരുപാട് ഓഫറുകളാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഓഫറുകൾ ഇനി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് ഓഫറുകൾ ഉണ്ടെന്നാണ് അണ്ണൻ പറയുന്നത്. അപ്പം എ സിക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നല്ല ഓഫറുകളാണ്. എല്ലാ ഐറ്റങ്ങളും നമ്മൾ മാക്സിമം വില കുറച്ച് തരും. ഇവിടുത്തെ കോൺടാക്ട് നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടുത്തെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ അണ്ണാ ഏതായാലും ഒരുപാട് സന്തോഷം അണ്ണനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. അപ്പോൾ അടുത്ത പുതിയൊരു വീട്ടിലേക്ക് നമ്മൾ പോവാണ്. ബാ. പത്തനാട് എമിറേറ്റ്സിന്റെ ഒരു സഹോദര സ്ഥാപനം തന്നെയാണ് ഈ കാണുന്നത്. ഇവിടെ ലീഗലായിട്ട് വണ്ടിയുടെ പേപ്പറെല്ലാം കറക്റ്റ് ചെയ്ത് വാഹനങ്ങൾ പൊളിക്കാൻ എടുക്കുന്നതാണ് ഇവിടെ. അതുപോലെ തന്നെ യൂസ്ഡ് വാഹനങ്ങളുടെ സ്പെയറുകൾ എല്ലാ ഐറ്റംസുകളും ഇവിടെ ലഭിക്കും. കണ്ടോ, ഇവിടുത്തെ ഐറ്റംസുകളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാം. സെക്കൻഡ് ഹാൻഡ് ഇഷ്ടം പോലെ സാധനങ്ങളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. എന്ത് സ്പെയറും നമുക്കിവിടെ ഉണ്ട്. വാഹനങ്ങളുടെ കാര്യം, വാഹനങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ഇവർ നമുക്ക് പൊളിക്കാൻ എടുക്കുന്നതാണ്. ഇതുണ്ടല്ലേ മല പോലെ കൂട്ടിയിട്ടേക്കുന്നുണ്ടല്ലേ കാറുകൾ. എല്ലാ വാഹനങ്ങളുടെയും സ്പെയറുകൾ ഇവിടെ ഉണ്ട്. ധൈര്യമായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. പത്തനാട് എമിറേറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളുടെയും സ്പെയർ വാങ്ങിക്കാം. അതുപോലെ തന്നെ വാഹനങ്ങൾ പൊളിച്ച് ഇവിടെ ഏത് വണ്ടിയാണല്ലോ ഇവർ എടുക്കുന്നതാണ്. അപ്പോൾ പേപ്പർ തീർന്ന വണ്ടികൾ സറണ്ടർ ചെയ്ത് ക്ലിയർ ആക്കി ഇവരെടുക്കുന്നതാണ്. അതിൻ്റെ ന്യായമായിട്ടുള്ള രീതിയിൽ ഇവരെല്ലാം കൈകാര്യം ചെയ്യും. അപ്പോൾ ഇവിടെ കാണിക്കാം. കണ്ടോ, വാഹനങ്ങൾ പൊളിക്കാനായിട്ട് കൂട്ടിയിട്ടേക്കുന്നതാണ്. അതുകൊണ്ട് സ്പെയറുകൾ അത്യാവശ്യമുള്ളവർക്ക് സെക്കൻഡ് ഹാൻഡ് സ്പെയറുകൾ വേണമെങ്കിൽ ധൈര്യമായിട്ട് പോരാം. കാരണം ഇവിടെ ഏത് തരം വണ്ടികളുടെയും സ്പെയറുകൾ നമുക്ക് ലഭിക്കും. കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഷോറൂമിൽ കിട്ടാത്ത സാധനം നമുക്കിവിടെ കിട്ടുന്നതാണ്. അതുപോലെ നമ്മൾ കാറിൻ്റെ കണ്ടതുപോലെ ബൈക്ക് പൊളിച്ചിട്ടേക്കുന്നതാണ്. ബൈക്കിൻ്റെ ആവശ്യമായിട്ടുള്ള ഷോക്ക് ഓബ്സറുകൾ, അതിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. ടാങ്ക് കവർ, അതുപോലെ നോക്കി അതിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങൾ, സൈഡ് ഗാർഡ് എല്ലാം കിട്ടും കേട്ടോ. ഏത് ഐറ്റം വണ്ടിയുടെ ആണെങ്കിലും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെയർ നമുക്കിവിടെ ലഭിക്കും. പക്ഷേ മണിമല കറുകച്ചാല റൂട്ടിലാണ് നമ്മുടെ ഈ എമിറേറ്റ്സിൻ്റെ ഈ വാഹനങ്ങൾ പൊളിച്ചു കൊടുക്കുന്ന സ്ഥലം. ഇവിടെ മഴയാണോ, ഒരു രക്ഷയില്ല. മഴയാണെങ്കിലും ഞങ്ങൾ തോറ്റു പോകുന്നില്ല, ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ എമിറേറ്റ്സിൽ നമ്മൾ മൊബൈൽ കണ്ട അതേ പ്രമുഖ വ്യക്തികൾ തന്നെ ഇവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ടോ, ഇതാണ് ഇതിൻ്റെ സ്ഥാപകർ. അപ്പം ഇവരെക്കുറിച്ച് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ എമിറേറ്റ്സ് എന്ന പേര് വരാൻ കാര്യമുണ്ട്. ചേട്ടച്ചാര് 12 കൊല്ലം എമിറേറ്റ്സിലാണ് വർക്ക് ചെയ്തത്. അതെ. അപ്പൊ പുള്ളി നിർത്തി വന്നപ്പോൾ പുള്ളി ഷമീർ നമ്മുടെ പേര്. അപ്പൊ പുള്ളി ഇങ്ങനെ നിർത്തി വന്നപ്പോൾ പുള്ളിയുടെ ഒരു ആഗ്രഹമാണ് തുടങ്ങുന്ന പ്രസ്ഥാനമൊക്കെയല്ല എമിറേറ്റ്സ് നമുക്ക് പേരിടാവും. അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് 2 വീലർ വർക്ക്ഷോപ്പാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ 2 വീലർ വർക്ക്ഷോപ്പാണ്. വേറെ തന്നെ ഇവിടുന്ന് ആവശ്യമുള്ളവർക്ക് ഇവർ ചെയ്തു തരും. പിന്നെ അതിന്റെ 3 ദിവസം നമ്മള് അവിടുന്ന് ഇപ്പൊ നമുക്ക് സ്പെയർ എല്ലാം ഉണ്ട്. ഇവിടെ ഒരു മെക്കാനിക്കും ഉണ്ട്. അപ്പൊ എന്തെങ്കിലും അവിടുന്ന് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. 3 ദിവസം ഗ്യാരണ്ടിയാണ്. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇപ്പൊ ഇവിടുന്ന് എന്ത് സാധനം എടുത്തോണ്ട് പോയി കംപ്ലൈന്റ് ആണെങ്കിൽ നമുക്ക് 3 ദിവസത്തിനുള്ളിൽ റിട്ടേൺ എടുക്കും. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് കാറ്, ബൈക്ക് അങ്ങനെയുള്ള വണ്ടികൾ എല്ലാം. കാറും ബൈക്കുമാണ് മെയിനായിട്ട് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലേ.
സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കങ്ങഴ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തിരുമുൻപിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാട്ട് ദർശനമാണ്. അമ്പലങ്ങളിൽ ആകെ 3 ക്ഷേത്രമേ ഉള്ളൂ പടിഞ്ഞാട്ട് ദർശനം എന്നാണ് നമ്മൾക്ക് ഇവിടുന്ന് അറിയാൻ പറ്റിയിട്ടുള്ളത്. കൂട്ടുകാരെ, നമ്മൾ അമ്പലത്തിൽ വെച്ച് ഒരാളെ പരിചയപ്പെടാൻ പോവാണ്. ആരാണെന്നല്ലേ? ഈ പത്തനാടിൻ്റെ തന്നെ സ്വന്തം മുത്താണ്. നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എന്നാണെന്ന് വാർത്തകളൊക്കെ? സാറേ, ഞാൻ നിങ്ങളെ ഇന്ന് രാവിലെ മുതൽ കാണും. നിങ്ങളുടെ വാർത്തകളാണ് എനിക്ക് അറിയേണ്ടത്. അല്ലേ? നിങ്ങളെന്താണ്? ഏതായാലും എനിക്കറിയാം പേര്, എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട്, പത്തനാടുകാർക്ക് അറിയാം എങ്കിലും ആ പേരെന്ന് പറഞ്ഞു. നമസ്കാരം. എല്ലാവർക്കും ഒരുപക്ഷെ എന്നെ പലതവണ കണ്ടിട്ടുണ്ടാകാം. എൻ്റെ പേര് ഷിബു എന്നാണ്. സ്ഥലം നമ്മളുടെ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെയാണ്. നമ്മുടെ ദേവസ്വം ബോർഡ് സ്കൂളിൻ്റെ ബാക്കിലായിട്ടാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഈ പത്തനാട്ടെ വിശേഷങ്ങളും നമ്മുടെ അമ്പലത്തിൻ്റെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും എല്ലാം ഞങ്ങൾക്ക് അറിയണം. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് നമുക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു ചോദ്യമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കാരണം കങ്ങഴ ദേശത്തെക്കുറിച്ച് അറിയുക എന്നുള്ളത് ഒരു വലിയ സംഭവമാണ്. കാരണം അതാണ് കങ്ങഴയുടെ പ്രത്യേകത. കങ്ങഴയെക്കുറിച്ച് ധാരാളം നമുക്ക് പറയുവാനുണ്ട്. നമുക്കറിയാമല്ലോ, കങ്ങഴ തേവരുടെ മണ്ണാണിത്. കങ്ങഴ വല്യച്ഛൻ എന്നാണ് ഞങ്ങളുടെയൊക്കെ ഭക്തി കൊണ്ട് നമ്മുടെ നാട്ടിലുള്ളവർ മുഴുവൻ, ഇവിടെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ജാതി മത വിഭാഗങ്ങളും കങ്ങഴത്തേവരെ വന്ന് തൊഴുകയും അദ്ദേഹത്തിൻ്റെ ആ മഹാദേവൻ്റെ അനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു ജീവിത സാഹചര്യമാണ് നമ്മുടെ കങ്ങഴ പത്തനാട് പ്രദേശം. നമ്മുടെ പത്തനാട്ടെ കുറിച്ചൊന്നും 2 വാക്ക് നമ്മുടെ പ്രേക്ഷകരോട്. സഹോദര, കങ്ങഴയെക്കുറിച്ച് അല്ലെ പത്തനാടിനെ കുറിച്ച് പറയുമ്പോൾ വലിയ പ്രതീക്ഷകൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരാണിവിടെ. കങ്ങഴ ജീവിക്കുവാൻ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നു. അവരുടെ എല്ലാവരും ഈശ്വരവിശ്വാസത്തോടു കൂടിയും വളരെ സൗഹൃദത്തോടും കൂടി ജീവിച്ച് അവർക്ക് ഇവിടെ നന്നായി എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കുവാൻ കണ്ട ഒരു സന്ദർഭം എൻ്റെ മുൻപിലുണ്ട്. ഏറ്റവും കൂടുതൽ സാധാരണക്കാരാണോ അതോ എങ്ങനെയാണ്? ഇവിടെ സാധാരണക്കാരവരാണ് ഭൂരിപക്ഷവും. എന്നാൽ ഇവിടെ പരമ്പരാഗതമായി നിൽക്കുന്നവരും ഇന്നൊരു സാധാരണ ലെവലിലേക്ക് പോയി എന്നുള്ളതാണ്, ഒരു സാധാരണ ലെവലിലേക്ക് അവരുടെ ജീവിതം മാറ്റിപ്പോയി എന്നുള്ളതാണ് ഒരു ദുരന്ത മുഖം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇലക്ഷൻ നിൽക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞു. തീർച്ചയായിട്ടും ഇദ്ദേഹം ഇലക്ഷൻ നിന്ന് ജയിച്ചാൽ ഈ കങ്ങഴയിലും പത്തനാടുകാർക്കും ഒക്കെ അതൊരു മുതൽക്കൂട്ട് തന്നെയാണ്. എന്താണ് ഇവിടുന്ന് ജയിച്ചാൽ താങ്കൾ ജനങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, താങ്കളുടെ ലക്ഷ്യങ്ങൾ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും അതിനെക്കുറിച്ചാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്. അത് മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ തന്നെ വലിയ ദാരിദ്ര്യത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ അച്ഛനും അമ്മയും സാധാരണ കുടുംബജീവിതം എന്ന് വെച്ചാൽ കൂലിപ്പണി ചെയ്ത് ജീവിച്ച് ഞങ്ങൾ 3 മക്കളും ഉള്ളവരാണ്. അപ്പോൾ ആ കാലഘട്ടം ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നും ദുഃഖമുണ്ട്, ദണ്ണമുണ്ട്. കാരണം പട്ടിണിയും പരിവട്ടവും വിദ്യാഭ്യാസം പോലും ചെയ്യാൻ മാർഗമില്ലാതെ കീറിയ നിക്കറുമിട്ട് ഇന്നത്തെ കുട്ടികളുടെ 1000 രൂപയുടെ ബാഗ് നോക്കുമ്പോൾ അന്ന് നമ്മൾ വെറും 50 പൈസയുടെ റബ്ബർ ബാൻഡാണ് അന്ന് ഞങ്ങളുടെ ബാഗ്. അത്രയും കാര്യം ഓർത്താൽ മതി നമ്മൾ ഈ നാടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് കൃത്യമായി അറിയാം. ആ ഒരൊറ്റ കാര്യം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ എൻ്റെ മക്കളെ ഇപ്പോൾ വളർത്തിയതും നമ്മുടെ നാടിൻ്റെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകേണ്ടത് എന്താണ്, ഇവിടെ ഇനിയും എന്താണ് ഉണ്ടാകേണ്ടതെന്ന് കൃത്യമായി എൻ്റെ ജീവിതം കൊണ്ട് തന്നെ എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം എൻ്റെ ഹൃദയത്തിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി എന്നും ഇനി മുതൽ ഇന്നു മുതൽ ഒരു രാഷ്ട്രീയ സേവനം കൂടി ഞാൻ അവരിൽ ഒരാളായി അവരോടൊപ്പം തീർച്ചയായും താങ്കള് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ. വളരെ നന്ദി. കൂട്ടുകാരെ, തീർച്ചയായും ഇതുപോലുള്ള പച്ചയായ മനുഷ്യര് ഈ സ്ഥാനത്തേക്ക് വന്നാൽ മാത്രമേ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകാനും സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ട്രാവലിംഗ് തോട്ട്സ് ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, പച്ചയായ സത്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ഒരു ചാനലാണ് ട്രാവലിംഗ് തോട്ട്സ്. നമ്മൾ മഹാദേവന് മുൻപിൽ വന്നപ്പം ഇവിടെ അമ്പലമൊക്കെ ശുചീകരിക്കുന്ന ഒരു ചേച്ചിയെ കണ്ടു. നമുക്കൊന്ന് പരിചയപ്പെടാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറയാം? എൻ്റെ പേര് ഓമന ഗോപാലകൃഷ്ണൻ. എവിടെ താമസിക്കുന്നത്? അമ്പലത്തിന്റെ അടുത്ത് തന്നെ. അടുത്ത് തന്നെ അല്ലേ? അപ്പം ഇവിടുത്തെ എല്ലാം വൃത്തിയും ക്ലീനിങ് ഒക്കെ അതെ അല്ലേ? നമ്മുടെ കങ്ങഴ ശ്രീ മഹാദേവ ക്ഷേത്രത്തിനെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോടൊന്ന് പറയാം. അറിയാവുന്ന കാര്യങ്ങൾ ഈ കങ്ങഴയെ കുറിച്ചും പറയണം. നാട്ടുകാരും വിശേഷങ്ങളൊക്കെ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. മഹാദേവൻ ഞങ്ങൾക്ക് എല്ലാം നല്ല അനുഗ്രഹം. മഹാദേവന്റെ അടുത്ത് കിടക്കുന്ന അനുഗ്രഹം. അപ്പൊ ഇവിടുത്തെ നാട്ടുകാരും അമ്പലത്തിനെ കുറിച്ചും ഒക്കെ ഒന്ന് പറഞ്ഞു ഞങ്ങളുടെ പ്രേക്ഷകർ കേൾക്കാൻ. അമ്പലത്തിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അതിലെ കങ്ങഴ മഹാദേവന് എനിക്ക് അറിയാവുന്ന എന്റെ ഇതില് കങ്ങഴ മഹാദേവൻ ഇവിടെ വന്നു. കങ്ങഴക്കാർക്ക് അനുഗ്രഹം. കരിമലയായിരുന്നു ഇവിടെ ആദ്യമായിട്ട് മഹാദേവൻ. കണ്ണുമഷി
അതെ അല്ലേ? ആ. അതൊക്കെ നമുക്ക് ഒരു അവിടെയൊക്കെ ചരിത്രമാണ്. അവിടെ വരുന്നു. അത് അതിന്റെ ഇതൊക്കെ ഉണ്ട്. അവിടെ നല്ല ഈ മുറം കൊണ്ട് അടയ്ക്കാവുന്ന കിണർ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. കിണറൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ അവിടെ മുഴുവൻ പൊട്ടിച്ച് പാറയായി പോയി. പാറയായി. അതാ ഇവിടെ ഈ ക്രഷറൊക്കെ. അതൊക്കെ അല്ലേ ഒരു ചരിത്രമായിരുന്നു, മുറം കൊണ്ട് മറയ്ക്കാവുന്ന കിണറൊക്കെ അല്ലേ? അപ്പൊ ഈ കങ്ങഴയെ കുറിച്ച് എന്താ പറയാനുള്ളത്? കങ്ങഴയെ കുറിച്ച് തന്നെ കങ്ങഴ നല്ല ഒരു നാട്ടുകാരാണ്. ഞാൻ കങ്ങഴ ജനിച്ചു വളർന്നത് അല്ലേ? ഇവിടുന്ന് കുറച്ച് പടികൾ കയറി വേണം നമുക്ക് തേവരെ കണ്ട് തൊഴാനായിട്ട്. നമുക്ക് കാണാം. കങ്ങഴ തേവര് ഇവിടുന്ന് നമുക്ക് നടയടച്ചേക്കുവാണ്. എന്നാലും അമ്പലത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അമ്പലത്തിനകത്ത് കയറിയപ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. മനസ്സിന് കുളിർമയേകുന്നൊരു അനുഭൂതിയാണ് നമുക്ക് അമ്പലത്തിനകത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. കങ്ങഴ തേവരുടെ തിരുമുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ഇവിടെ വരാൻ സാധിച്ചതിന് എനിക്ക് ഒരുപാട് സന്തോഷം. മനസ്സിന് ഒരുപാട് കുളിർമ, ശാന്തയും തോന്നുന്നു ഇവിടെ നിന്നിട്ട് തന്നെ. എന്തായാലും അമ്പലവും കാഴ്ചകളുമൊക്കെ നമുക്ക് എപ്പോഴും മനസ്സിന് ഒരു നന്മയുള്ളൊരു കാഴ്ചകളാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ തുടർ വീഡിയോ കാണാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളും ഞങ്ങൾക്ക് അയച്ചു തരണം. നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ വിജയം.